ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പൊന്മാൻ, നമ്മുടെ ബേസിൽ ജോസഫ് ജനപ്രിയ നായക പദവിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന ഒരു നായകനാണ് ബേസിൽ ജോസഫ്. അദ്ദേഹത്തിന് എല്ലാ പടങ്ങളിലും ക്വാളിറ്റി ഉണ്ട്. പൊന്മാൻ്റെ ഒരു ട്രെയിലർ വന്നപ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം എക്സ്പെക്റ്റേഷൻസ് തരുന്നൊരു മൂവിയായിരുന്നു. ജ്യോതിഷ് ശങ്കറിൻ്റെ സംവിധാനം. ഈ മൂവി വിശേഷങ്ങളായിരുന്നു പങ്കുവെക്കുന്നത് എൻ്റെ ഒരു ആൻ്റണി വർഗീസ്. എൻ്റെ ചാനൽ ഇതുപോലുള്ള മൂവി റിലേറ്റഡ് വീഡിയോസും ടെക് ട്രാവൽ റിലേറ്റഡ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട്. പൊന്മാൻ ഈ സിനിമയുടെ ടൈറ്റിൽ പറയുന്നത് പോലെ തന്നെ ഗോൾഡ് റിലേറ്റഡ് ഒരു മൂവി. കൊല്ലത്ത് ഒരു റിമോട്ട് വില്ലേജ് നടക്കുന്ന വെഡ്ഡിങ്ങും അതേ തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് മൂവി ഫുള്ള് കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് GR ഇന്ദുഗോപനും ജസ്റ്റിൻ മാത്യുവും കൂടിയാണ്. ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് ജ്യോതിഷ് ശങ്കറാണ്. ടൈറ്റിലുള്ള അജേഷായിട്ട് വരുന്നത് നമ്മുടെ സ്വന്തം ബേസിൽ ജോസഫാണ്. പിന്നെ സജിൻ ഗോപു, ലിജോ മോൾ, അതുപോലെ ദീപക്, ആനന്ദ് എന്നിവരൊക്കെയാണ് മെയിനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. സിമ്പിൾ സ്റ്റോറിയാണ്. നമുക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഇല്ലാണ്ട് പോയി കണ്ടാൽ നമുക്കൊരു വൺ ടൈം വാച്ചബിൾ അല്ലെങ്കിൽ ഒരു അടിപൊളിയായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു നൈസ് എന്താ പറയുക ഒരു ഈഗോ വന്നിട്ട് ഇപ്പം അയ്യപ്പനും കോശിയും കണ്ടപ്പോൾ ഒരു ഈഗോൻ്റെ പുറത്തുണ്ടാകുന്ന മൂവിയാണ്. ലൈക്ക് ഇതും അങ്ങനെ ഒരു ഈഗോൻ്റെ പുറത്തുണ്ടാകുന്ന സംഭവ വികാസങ്ങളും ഈ ബേസിൽ ജോസഫും നമ്മൾ ട്രെയിലറിൽ കണ്ട പോലെ തന്നെ ബേസിൽ ജോസഫും സജിൻ ഗോപും മറീനോ എന്നുള്ള ക്യാരക്ടറായിട്ട് വരുന്ന ഒരു ഇഷ്യൂസും ഗോൾഡ് റിലേറ്റഡ്. അത് നമുക്ക് കഥ പറഞ്ഞാലുമ്പോൾ നമുക്ക് അറിയാം ഒരു വെഡ്ഡിങ്ങും തുടർന്നുള്ള സംഭവങ്ങളാണ് മൂവി കാണിക്കുന്നത്. ഒറ്റ വാക്കി പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു മൂവി. നല്ല രീതിയിൽ കണ്ടിരിക്കാൻ പറ്റുന്നു. അത്യാവശ്യം നല്ല സ്ക്രിപ്റ്റും നല്ല മേക്കിങ്ങും ആക്ടിങ് വൈസ് സജിൻ ഗോവു ആൻഡ് ബേസിൽ ജോസഫ് അടിച്ച് പൊളിച്ചിട്ടുണ്ട്. ബേസിൽ ജോസഫ് ഒരു രക്ഷയില്ല. എക്സ്ട്രീം അജേഷൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മറ്റേ ഷമ്മി എന്നുള്ള മോഡാണ്. ഫുള്ള് വയലൻസ് ആണ്. പക്ഷേ വയലൻസ് മൂവിയിൽ അത്ര ആക്ഷൻ സീക്വൻസസ് ഒന്നുമില്ല. പക്ഷെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു സ്ക്രിപ്റ്റും പിന്നെ കൂടെ അഭിനയിച്ച ലിജോ മോളാണെങ്കിലും ദീപക് ആണെങ്കിലും ആനന്ദാണെങ്കിലും ഒന്നിനൊന്നും അത്യാവശ്യം അവരെ ക്യാരക്ടർ ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പേഴ്സണലി എനിക്കിഷ്ടപ്പെട്ട ഒരു വാച്ചബിൾ എക്സ്പീരിയൻസ് തരുന്ന ഒരു ഈഗോ ക്ലാഷ് ബേസിൽ വരുന്ന ഒരു നല്ലൊരു സർവൈവൽ ത്രില്ലർ എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ ഒരു ആവശ്യം ഒരു ചെറിയൊരു കാര്യത്തിന് വേണ്ടി എടുക്കുന്ന എഫേർട്ടും കാര്യങ്ങളുമാണ് മൂവി കാണിക്കുന്നത്. അത് നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറും നല്ല സിനിമാറ്റോഗ്രാഫിയും നല്ല ഡയറക്ഷനും. ആക്ച്വലി ഇതൊരു ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറിയാണ്. 4-5 ആണുങ്ങളോ അങ്ങനെ എന്തോ ഒരു നോവലിൻ്റെ ആസ്പദമാക്കിയുള്ള ഒരു മൂവിയാണ് ആക്ച്വലി. ഇത് നല്ല രീതിയിൽ ഗംഭീരമായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട മൂവി. നമുക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള എല്ലാ ഈ മൂവിയിലുണ്ട്. സോ നിങ്ങൾ മൂവി തിയേറ്ററിൽ തന്നെ പോയി കാണുക, പടം വിജയിപ്പിക്കുക. നിങ്ങൾ മൂവി കണ്ടവരാണെങ്കിൽ കമൻസായിട്ട് രേഖപ്പെടുത്തുക. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ചാനൽ ഫോളോ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.